പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 22 തുടങ്ങിയിട്ട് വായിച്ചു. 6-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം വരെ വായിക്കണം. നേരത്തെ നമ്മൾ ചിന്തിച്ച പോക, എന്നാൽ ഈ ഭാഗം ഒന്ന് പുറത്തേക്ക് പോകണം. തിമോഥെയുസിലെ 5:22 മുതൽ സ്തോത്രം. എഫേസ്യർ 5:22 മുതൽ. വായിക്കും. ഭാര്യമാരെ കർത്താവിനെന്ന പോലെ ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവീൻ. ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധിയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അവണ്ണം ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. ആരും തന്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ. ക്രിസ്തുവും സഭയെ ചെയ്യുന്നത് പോലെ അതിനെ പോറ്റി പുലർത്തുക എത്രയേ ചെയ്യുന്നത്. നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളല്ലോ. അത് നിമിത്തം ഒരു മനുഷ്യന് അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത്. ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. എന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തൻ താന്റെ ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടത് ആകുന്നു. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ, അത് ന്യായമല്ലോ. വായിക്കാനോ? മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ, അത് ന്യായമല്ലോ. നിനക്ക് നന്മ ഉണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരുപ്പാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്ക എന്നത് വധത്തോടു കൂടിയ ആദ്യ കൽപ്പനയാവുന്നു. പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തുവീൻ. ദാസന്മാരെ, ജഡപ്രകാരം യജമാനന്മാരായവരെ ക്രിസ്തുവിനെ പോലെ തന്നെ ഹൃദയത്തിന്റെ ഏകാഗ്രതയിൽ ഭയത്തോടും വിറയലോടും കൂടെ അനുസരിപ്പീൻ. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടിസേവയല്ല, ക്രിസ്തുവിന്റെ ദാസന്മാരെ പോലെ ദൈവേഷ്ടം മനസ്സോടെ ചെയ്തും മനുഷ്യരെയല്ല കർത്താവിനെ തന്നെ പ്രീതിയോടെ സേവിച്ചും കൊണ്ട് അനുസരിപ്പീൻ. ദാസനോ സ്വതന്ത്രനോ ഓരോരുത്തൻ ചെയ്യുന്ന നന്മയ്ക്ക് കർത്താവിൽ നിന്ന് പ്രതിഫലം പ്രാപിക്കുമെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഇവിടെ ഈ ഭാഗമൊക്കെ നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുള്ള ഭാഗമാണെങ്കിൽ വീണ്ടും നമ്മൾ അവിടെ തന്നെ ചിന്തിക്കാൻ പോവുകയാണ്. ഇവിടെ പറഞ്ഞ ഭാര്യമാരെ കർത്താവിന് എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങും. അപ്പൊ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങണമെങ്കിൽ എന്ത് വേണം? ആദ്യം കർത്താവിന് കീഴടങ്ങണം, അല്ലേ? കർത്താവിനെന്ന പോലെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങും. അപ്പൊ കർത്താവിനെന്ന പോലെ കർത്താവിന് കീഴടങ്ങിയാൽ മാത്രമേ ഭർത്താവിനെ കീഴടങ്ങാൻ പറ്റത്തുള്ളൂ. ഞാൻ എപ്പോഴും പറയും, നമ്മൾ യേശുവിനെ കർത്താവേ എന്ന് വിളിക്കുമ്പം എന്താ അതിനകത്ത് അർത്ഥം? എന്റെ കർത്തൃത്വം ഇനി എന്റെ കയ്യിലില്ല, നിന്റെ കയ്യിലാണ്. ഇതാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ കർത്താവിന് സകലത്തിലും കീഴടങ്ങുന്നവർക്ക് മാത്രമേ ഭർത്താക്കന്മാർക്കും കീഴടങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് കർത്താവിന് എന്ന പോലെ, അപ്പൊ നമ്മൾ എങ്ങനെയാണോ കർത്താവിനെ കാണുന്നത്, കർത്താവിന് എത്രത്തോളം കീഴടങ്ങുന്നത് അതുപോലെ ആയിരിക്കും ഭർത്താക്കന്മാർക്ക് കീഴടങ്ങും. അപ്പൊ കർത്താവിന് എന്ന പോലെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങും. ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായ സഭയ്ക്ക് തലയാകുന്ന പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. ഭാര്യ എത്ര വലിയ ഉദ്യോഗസ്ഥയാന്ന് പറഞ്ഞാൽ, എത്ര വലിയ സംഭവം എന്ന് പറഞ്ഞാലും തല എന്തായാലും ഏത് കുടുംബത്തിലും ഭർത്താവ് തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ഇവിടെ. ഹല്ലേലൂയ. അതാണ് ഞാൻ പറയാം, ഹെവൻലി ഡിസിപ്ലിനാണ് ഞാൻ ഈ പറയുന്നത്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഹല്ലേലൂയ, കിങ്ഡം പ്രിൻസിപ്പിളായി പറയുന്ന ഹല്ലേലൂയ. അല്ലാതെ മറ്റുള്ളവർ ഇതിനകത്ത് ആർഗ്യുമെന്റ്സ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. പക്ഷേ അത് കഴിഞ്ഞ പറഞ്ഞാൽ ഭർത്താവ് ഭാര്യയ്ക്ക്, എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്ന പോലെ ഭാര്യമാരും ഭർത്താക്കന്മാരും സകലത്തിലും കീഴടങ്ങിയിരിക്കും. എന്ന് വെച്ചാൽ അടിമയാകണമെന്നല്ല. ഹല്ലേലൂയ. ചില ആൾക്കാർ ഞങ്ങൾ പണ്ട് ദുബായിലുള്ളപ്പോൾ
കാലയിലെ അവിടുത്തെ ഒരു ദിവസം എപ്പോഴും ഈ വാക്യം എടുത്തിട്ട് ഇങ്ങനെ വായിക്കും, വായിച്ചിട്ട് ഇങ്ങനെ പറയും ഭാര്യമാര് ഭർത്താക്കന്മാർക്ക് എന്ന് വെച്ചാൽ എന്ത് പറഞ്ഞാലും അനുസരിക്കുക എന്നുള്ളൊരു ധ്വനിയിലാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു, പാസ്റ്ററെ അവിടെ കൊണ്ട് നിർത്താം, താഴത്തെ വാക്യം കൊണ്ടൊന്ന് വായിച്ചേക്കെന്ന് പറയും. കാരണം വെച്ച് കഴിഞ്ഞാല് അമ്മ ഏത് ഭർത്താവിനെ ഭാര്യ കീഴടങ്ങേണ്ടതെന്നും ഏത് ഭർത്താക്കന്മാരെയാണ് ഭാര്യമാരെ അല്ല സകലത്തെ അനുസരിക്കേണ്ടതെന്നും തൊട്ടടുത്ത വാക്യത്തിൽ പറയുന്നത്. അതും കൂടെ ചേർത്ത് വായിച്ചാലേ ശരിയാകത്തുള്ളൂ പറയും. അപ്പൊ ഇവിടെ പറയുന്ന അടുത്ത് പറയുന്നത്, ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. ഹാലയിലെ ക്രിസ്തു എങ്ങനെയാ സഭയെ സ്നേഹിച്ചത്? സ്വന്തം ജീവൻ കൊടുത്താ സ്നേഹിച്ചത്. ഹാലേലിയ. സ്വന്തം പ്രാണൻ കൊടുത്താ സ്നേഹിച്ചത്. ഹാലേലിയ. അവസാനത്തുള്ള രക്തം വരെ കൊടുത്താ സ്നേഹിച്ചത്. ഹാലേലിയ. അതുപോലെ ഭർത്താക്കന്മാര് ഭാര്യമാരെ എങ്ങനെ സ്നേഹിക്കണം എന്ന് പറയുന്നത്, ആമയെ തട്ടു കൊടുത്ത് വീണ്ടും പൗലോസപ്പോസ്തലൻ താഴേക്ക് എടുത്തെഴുതിയേക്കുന്നത്, ഹാലയെ സ്നേഹിച്ച പോലെ നിങ്ങളുടെ ഭാര്യമാരെ അവൻ അവളെ വചനത്തോടുകൂടി ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശദീകരിക്കുന്ന കറ ചുളുക്കം മുതലായ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധിയും നിഷ്കളങ്കയും തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്താൻ തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അവണ്ണം ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. അപ്പൊ കർത്താവ് യേശു ക്രിസ്തു ആമേ ഹാലേലിയ ആമീൻ അവൻ അവളെ സഭയെ വചനത്തോടു കൂടി ജലസ്നാനത്തെ വെടിപ്പാക്കി വിശുദ്ധീകരിക്കണം. അപ്പം വചനത്തോടു കൂടി ജലസ്നാനത്താൽ വിശുദ്ധീകരിക്കേണ്ടതിനെ കറ ചുളുക്കം മാലിന്യം വാട്ടം ഇതൊന്നും ഇല്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കമായി നിർത്തേണ്ടതിന് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. ഹാലലൂയ. അപ്പം ഒരു ഭാര്യ ഹാലലിയ ശരിയല്ല, അവൾക്ക് കുഴപ്പങ്ങളുണ്ട്, അവൾക്ക് കുറവുകളുണ്ടെങ്കിൽ ആരുടെ ഉത്തരവാദിത്വം? ഇത് ശുദ്ധീകരിച്ചെടുക്കേണ്ട ഉത്തരവാദിത്വം ഭർത്താക്കന്മാരുടെ ഉത്തരവാദിത്വം. അതവിടെ എഴുതിയേക്കുന്നത്. സഭ എങ്ങനെയാണ് കർത്താവായ യേശു ക്രിസ്തു സ്വന്തം രക്തം കൊടുത്തു, സ്വന്തം ശരീരം കൊടുത്തു, സ്വന്തം പ്രാണൻ കൊടുത്തു, ചുളുക്കം മാലിന്യം വാട്ടം ഒന്നും ഇല്ലാതെ ജലസ്നാനത്താൽ ശുദ്ധീകരിച്ചെടുത്തതുപോലെ തന്നെയാണ് ഭാര്യമാരില് ശുദ്ധീകരിച്ചെടുക്കേണ്ട ഉത്തരവാദിത്വം ഭർത്താക്കന്മാർക്കുള്ളതാണ്. എന്നുവെച്ചാൽ സ്വന്തം ശരീരം, കർത്താവ് യേശു ക്രിസ്തു സ്വന്തം ശരീരമാണ് സഭയെന്ന്, അതുപോലെ ഭർത്താക്കന്മാരും ഭാര്യമാരെ സ്വന്തം ശരീരം, സ്വന്തം സ്വന്തം ശരീരത്തെ ആരും പകച്ചിട്ടില്ല. എന്ന് വെച്ചാൽ കർത്താവ് യേശു ക്രിസ്തു എങ്ങനെ സ്നേഹിച്ചത്? നമ്മളോട് ദൈവത്തിന്റെ സ്നേഹം എങ്ങനെയാ? ഇറ്റ്സ് എൻ അൺകണ്ടീഷണൽ ലവ്. അവിടെ കണ്ടീഷൻസ് ഒന്നുമില്ല. നമ്മുടെയൊക്കെ സ്നേഹം എങ്ങനെയാ? ഇറ്റ്സ് എ കണ്ടീഷണൽ ലവ് അല്ലേ? ഞാൻ അങ്ങോട്ടും മിണ്ടിയ എന്നോട് ഇങ്ങോട്ടും മിണ്ടണം, ഞാൻ ചിരിച്ച എന്നോട് തിരിച്ച് ചിരിക്കണം, ഞാൻ സ്നേഹിച്ച തിരിച്ച് സ്നേഹിക്കണം. പലരും പറഞ്ഞിട്ട് ഞാൻ പോയി കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ഇത്ര സമയം കഴിഞ്ഞിട്ട് ഇവിടെ വരുമ്പോഴത്തേന് നിനക്ക് എന്തെന്ന് നല്ല കറിയൊക്കെ ഉണ്ടാക്കി വെച്ചുകൂടെ, അല്ല നല്ലതൊക്കെ ചെയ്ത് വെച്ചുകൂടെ, അല്ലെ ഇവിടുത്തെ പണിയൊക്കെ ചെയ്തു, അല്ലെങ്കിൽ ഇത് ചെയ്തുകൂടെ, അത് ചെയ്തുകൂടെ. അപ്പൊ ഭാര്യമാരാണ് എന്ത് പറയും? ഇവിടെ പിള്ളേർ നോക്കണം, സ്കൂളിൽ വേണം, വീട്ടിലെ പണിയെടുക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പൊ അതിനിടയ്ക്ക് സമയം കിട്ടത് കാരണം നിങ്ങൾക്ക് എന്താ സഹായിച്ച് ഇതൊക്കെ പറയുന്നതിന് കാരണം വെച്ചാൽ ഇവിടെ എല്ലാവരുടെയും എക്സ്പെക്ടേഷൻ ഞാൻ ഇതൊക്കെ ചെയ്യുമ്പോൾ അവർ ഇന്നതൊക്കെ ചെയ്യണം. ഞാൻ ഇത്രയും കാര്യങ്ങളെ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും നമ്മൾ വളർത്തിക്കൊണ്ടൊക്കെ വരുമ്പോൾ അവര് ഇന്നതുപോലെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അവർ പെരുമാറണം. ഇതെല്ലാം നമ്മുടെ ഉള്ളിലുള്ള കണ്ടീഷൻസാ. ഇത് സാറ്റിസ്ഫൈ ആകാതെ വരുമ്പോഴാണ് പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് അല്ലെ? പക്ഷെ കർത്താവ് യേശു ക്രിസ്തു അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹം, അതുപോലെ വേണം ഭർത്താക്കന്മാര് ഭാര്യമാരെ സ്നേഹിക്കാൻ എന്ന് പറഞ്ഞു. കാരണം ഭാര്യയ്ക്ക് എന്ത് കുറവുണ്ടെങ്കിലും ഭാര്യയ്ക്ക് എന്ത് കുഴപ്പമുണ്ടെങ്കിലും ഹാലേലൂയ അതിനെല്ലാം ഹാലേലൂയ പരിഹരിക്കണമെങ്കിൽ ഭർത്താവ് എങ്ങനെ സ്നേഹിക്കണം? ഭാര്യയെ കർത്താവ് യേശു ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം. സ്നേഹിച്ചാൽ മാത്രം പോരാ, അവരിരിക്കുന്ന അവരെ ശുദ്ധീകരിച്ച് ഒരു വ്യക്തിയെ ജലസ്നാനത്താൽ ഒരു മണവാട്ടിയെ കർത്താവ് എങ്ങനെ സഭയിലേക്ക് എടുക്കപ്പെടാൻ വേണ്ടി ശുദ്ധീകരിക്കുന്നുവോ, വചനത്താൽ അവരെങ്ങനെ ശുദ്ധീകരിച്ചിട്ട് അതുപോലെ അവരെ ശുദ്ധീകരിച്ചെടുക്കാൻ ഉത്തരവാദിത്വം ഭർത്താക്കന്മാർക്ക് ഉള്ളതാണ്. അപ്പൊ ഭർത്താക്കന്മാർക്കല്ലേ കൂടുതൽ ഉത്തരവാദിത്വം അല്ലേ? കാരണം തലയല്ലേ. എന്ത് ആരും ഉണ്ടായിരിക്കുന്നത് അല്ലേ? തലയ്ക്കല്ലേ ഉത്തരവാദിത്വം ആണ് ഒരു വീട്ടിൽ. അപ്പൊ തലയുടെ ഉത്തരവാദിത്വമാണ് കൂടെ കൊടുത്ത പങ്കാളിക്ക് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് പരിഹരിച്ചെടുക്കുക എന്നുള്ളത്. ഹല്ലേലൂയ. അപ്പൊ അത് ചെയ്യണം. അതേ പറഞ്ഞു ഇവിടെ അവളെ വചനത്തോടു കൂടെ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന് കറ ചുളുക്കം മുതലായ ഒന്നുമില്ലാതെ, ചിലപ്പോ അവർക്ക് ഇതുപോലെ ചുളുക്കം ഉണ്ടാവും, വാട്ടം ഉണ്ടാവും, ചിലപ്പോ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടാവും. ചിലപ്പോ എന്തെങ്കിലും നമുക്ക് പറയാൻ പറ്റാത്ത മോശം സ്വഭാവങ്ങൾ ഉണ്ടാവും. പക്ഷെ അതിനെയൊക്കെ എങ്ങനെയാ കർത്താവ് യേശു ക്രിസ്തു വചനത്തോട് ജലസ്നാനത്തെ നമ്മളെ ശുദ്ധീകരിച്ചതുപോലെ ഇവരും അതിനെ ശുദ്ധീകരിക്കുക. എന്നിട്ട് പറയുന്ന ഇല്ലാതെ ശുദ്ധയും നിഷ്കളങ്ക തനിക്ക് തേജസ്സോ മുൻനിർത്തി തന്നെത്താൻ അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അവണ്ണം
ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. സ്വന്തം ശരീരത്തിന് വേദന വന്ന, ഒരു അസുഖം വന്ന എന്ത് ചെയ്യും? അതിനെ നമ്മള് സൗഖ്യമാക്കാൻ നോക്കും. സ്വന്തം ശരീരത്തിൽ എന്തെങ്കിലും വന്നാൽ നമ്മൾ ചികിത്സിക്കും. ഇതുപോലെ തന്നെയാണ് ഭാര്യ സ്വന്തം ശരീരമാണെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ചികിത്സിക്കണം, അല്ലെങ്കിൽ അതിനെ പരിഹരിക്കണം, അല്ലെ അതിനെ ശുദ്ധമാക്കി എടുക്കണം എന്നുള്ളത്. എന്നിട്ട് സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നത് തന്നെത്താൻ സ്നേഹിക്കുന്നു. അപ്പൊ ഭാര്യ ഭർത്താവിന്റെ സ്വന്തം ശരീരം എന്നാ ഇവിടെ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അപ്പൊ ഭാര്യയെ പകയ്ക്കുന്നവൻ എന്താ ചെയ്യുന്നത്? സ്വന്തം ശരീരത്തെ പകയ്ക്കുന്നു. ഹല്ലേലൂയ. ഭാര്യയെ സ്നേഹിക്കുന്നവൻ സ്വന്തം ശരീരത്തെ സ്നേഹിക്കുന്നു. കാരണം ഇന്ന് ഈ ദിവസങ്ങളിൽ വിശ്വാസികളായിട്ടുള്ള സകല കുടുംബങ്ങളും കേൾക്കേണ്ട, വായിച്ച് പഠിക്കേണ്ട ഭാഗമാണിത്. ഇത് വെറുതെ എഴുതി വെച്ചേക്കുന്നില്ല. നമ്മുടെ വേദപുസ്തകത്തിൽ ഒരു വചനം പോലും വെറുതെ വന്നിട്ടില്ല. ഹല്ലേലൂയ. ഈ വചനം ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് പാലിക്കാനും പ്രമാണിക്കാനും ഉള്ളത് തന്നെയാണ്. നമ്മളെന്താ പറയാ, ഈ ജാതികളെക്കാട്ടി കഷ്ടമായിട്ട് ഇന്ന് ഡിവോഴ്സുകൾ എവിടെ കൂടുതലെന്ന് വെച്ചാൽ പെന്തക്കോസ്ത് കോളത്തിലാണ് കൂടുതൽ. ഹല്ലേലൂയ. ഭാര്യമാരെ ഉപേക്ഷിക്കുന്നു, ഭർത്താക്കന്മാരെ ഉപേക്ഷിക്കുന്നു. ഹല്ലേലൂയ. വീണ്ടും വിവാഹം കഴിക്കുന്നു. അങ്ങനെയൊക്കെ നിൽക്കുന്ന ഹല്ലേലൂയ. ഇതെല്ലാം കാണുന്നത്. കാരണം നമ്മൾ പറയാമല്ലോ, ചില കാര്യങ്ങളൊക്കെ നിസ്സാരമായ കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ വലിയ കാര്യങ്ങളൊക്കെ. എന്ത് കാര്യമാണെങ്കിലും, എത്ര വലിയ ഡെപ്ത് ആണെങ്കിലും ഒരു ഉത്തരവാദിത്വം ദൈവം കൊടുത്തിട്ടുണ്ട്. ഭർത്താക്കന്മാർക്ക് കൊടുത്തിരിക്കും ഉത്തരവാദിത്വമാണ് ഇത്. ഹല്ലേലൂയ. അപ്പൊ അതിനെക്കാട്ടി വലിയ പൊസിഷനിലേക്കൊക്കെ ഇരിക്കുന്ന, ദൈവം കൊടുത്ത പൊസിഷൻ ഇരിക്കുന്ന ആ ഉത്തരവാദിത്തങ്ങൾ കൂടും. ഇവിടെ അത് കഴിഞ്ഞ ശേഷം പറയുന്നത്, ആരും തന്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ. അപ്പൊ ഒരു ഭർത്താവ് ഭാര്യയെ പകയ്ക്കുക എന്ന് വെച്ചാൽ സ്വന്തം ജഡത്തെ, സ്വന്തം ശരീരത്തെ പകയ്ക്കുക. ഹല്ലേലൂയ. അടുത്ത പറയുന്നത്, തന്റെ ജഡത്തെ ഒരു നാൾ പകച്ച് ക്രിസ്തുവും സഭയെ ചെയ്യുന്ന പോലെ അതിനെ പോറ്റി പുലർത്തുക അത്രയും വേണ്ട. അപ്പൊ ക്രിസ്തുവും സഭയെ ചെയ്യുന്ന പോലെ അതിനെ പോറ്റി. ഞാൻ പറയാം, നമ്മുടെയൊക്കെ കയ്യിലിരിപ്പുണ്ട്. കർത്താവ് ഇപ്പോഴും നമ്മളെ പോറ്റി പുലർത്തുന്നെങ്കിൽ എത്ര ദീർഘക്ഷമയുള്ള നമ്മുടെ കർത്താവിനെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോകുന്ന ആൾക്കാരാണ്. ദേവദാസൻ പറയും, എത്ര ദൂരം നിന്നെ വിട്ട് ഓടി ഞാൻ, അത്ര നേരം എന്നെ കാത്തു നിന്നതേ. ഹല്ലേലൂയ. എന്ന് വെച്ചാ നമ്മളൊക്കെ ഓടി പോകുന്ന പൊഴിയൊക്കെ പോയിട്ട് വരുമ്പോഴും കർത്താവ് നിൽക്കുക, വരട്ടെ, മടങ്ങി വരും എന്ന് പറഞ്ഞിട്ട്. ഇതുപോലെ ആയിരിക്കണം ഭർത്താക്കന്മാരെന്ന് ഇവിടെ പറയുന്നത്. എടുത്ത എക്സാമ്പിൾ പറഞ്ഞേക്കുന്ന ക്രിസ്തുവിനെ പോലെ, ക്രിസ്തു എങ്ങനെയാണോ നമ്മളെ പോയിട്ട് പോലും അതുപോലെ ആയിരിക്കണം നമ്മളെല്ലാം. യോഗ്യരായിട്ടാണ് കർത്താവ് നമ്മളെ പോറ്റി പുലർത്തുന്നത്. നമ്മളെല്ലാം നമുക്ക് എന്ത് അർഹത പറയാനുണ്ട് ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കാനായിട്ട്. ഇന്ന് കർത്താവെ എന്ന് ആ ചുങ്കക്കാരൻ പറഞ്ഞ, കർത്താവെ മുഖത്തേക്ക് നോക്കാൻ പോലെ യോഗ്യനല്ല എന്ന് പറയുന്ന രീതിയിൽ കൂടെ പോകുന്ന പലരും ഉണ്ട്, അല്ലെ? അപ്പൊ അവിടെയൊക്കെ നമുക്ക് കർത്താവ് തരുന്ന കൃപ, കരുണ, ഇത് രണ്ടുമാണ് നമ്മളെ നിലനിർത്തുന്നെങ്കിൽ ഇത് നമ്മളിലും ഉണ്ടാകണം. എനിക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല, ഞാൻ ക്ഷമിക്കത്തില്ല, ഞാൻ അങ്ങനെയാണ്, ഞാനിങ്ങനെ, എന്റെ സ്വഭാവം ഇങ്ങനെ, എന്റെ സ്വഭാവം മാറ്റത്തില്ല. പലരും പറയുന്നത് കേട്ടിട്ടില്ലേ? എന്റെ ക്യാരക്ടർ ഇങ്ങനെ, ഞാൻ മാറ്റത്തില്ല. അല്ലെ എന്റെ സ്വഭാവം ഇങ്ങനെ, ഞാൻ മാറ്റത്തില്ല, എനിക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ അത് അവൻ മരിച്ചിട്ടില്ല. അവന്റെ ശരീരം ഇപ്പോഴും, ആ ജഡം ഇപ്പോഴും പഴയ സ്വഭാവത്തിലായതുകൊണ്ട് അത് പറയുന്നത്. നമ്മൾ മരിച്ചവരാണെങ്കിൽ, ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞ്, അവൻ മരിച്ചു കിടക്കുന്ന ഒരു ശവത്തിനെ നോക്കിയിട്ട് ആരെന്ത് പറഞ്ഞ ആ ശവം കേൾക്കുന്ന പോലും ഇല്ല, അറിയുന്ന പോലെ. ഈ ഒരു അവസ്ഥയായിരിക്കണം നമ്മൾ. കാരണം നമ്മൾ ക്രിസ്തുവിൽ മരിച്ചവരാണ്. ഇടയ്ക്കിടയ്ക്ക് ശരീരത്തെ നോക്കി നമ്മൾ പറയണം, ഇത് ചത്തതാണെന്ന്. ഇതിന് ജീവനില്ല. ചത്തതിനടുത്തേക്ക് എന്തെങ്കിലും വന്ന് എഫക്ട് ചെയ്ത് അടിച്ചു കഴിഞ്ഞാൽ, തട്ടിയാലോ മുട്ടിയാലോ വഴക്ക് പറഞ്ഞാലോ അതിന് കേൾക്കാൻ കഴിയാത്ത പോലെ തന്നെയാണ് ചില അവസ്ഥയിൽ നമ്മളും. നമ്മൾ അങ്ങനെ, ഞാൻ പറഞ്ഞില്ല, അബ്രഹാമിന്റെ ശരീരം നിർജീവത്വം പ്രാപിച്ചതായിരുന്നു, പുത്രോത്പാദനത്തിന് ശേഷി നഷ്ടപ്പെട്ടു. പക്ഷെ അബ്രഹാം, ഞാൻ വിശ്വസിക്കുന്ന, ശരീരത്തെ നോക്കിയിട്ട് പറഞ്ഞ, ആകാശത്തെ നക്ഷത്രങ്ങൾ പോലെ, ഭൂമിയിലെ മണൽ പോലെ എനിക്ക് കുഞ്ഞുങ്ങളുണ്ട്, അപ്പൊ എന്റെ ശരീരം മരിച്ചിട്ടില്ല, ഇതിന് നിർജീവത്വം പ്രാപിച്ച്, ഇതിന് ജീവൻ വെക്കുന്നത് പറഞ്ഞു കാണാം. അതുകൊണ്ടായിരിക്കും അത് വീണ്ടും ജീവൻ ഉണ്ടായി വന്നു വരാത്ത. അതുപോലെ നമ്മൾ നമ്മുടെ ശരീരത്തെ നോക്കി പറയണം. ഇതിടയ്ക്കൊക്കെ ഇങ്ങനെ അഹങ്കാരമൊക്കെ ഇതൊക്കെ വരുമ്പോഴേ പറഞ്ഞത്, വേണ്ട വേണ്ട വേണ്ട, ഇത് മരിച്ചതാണ്, ഇതിന് ഇതൊന്നും നല്ലതല്ല എന്ന് പറഞ്ഞ് പഠിപ്പിക്കണം. നമ്മൾ മരിച്ചവരെ ചത്തു കഴിഞ്ഞ നമ്മുടെ ശരീരം എങ്ങനെയായിരിക്കണമോ, നമ്മുടെ ജഡം എങ്ങനെയായിരിക്കണം, അതുപോലെ ആയിരിക്കണം നമ്മൾ ക്രിസ്തുവിൽ മരിച്ചവരുടെ. ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും പഴയ ഈഗോ പൊങ്ങുന്നെങ്കിൽ, നമ്മൾ അഹങ്കാരം വരുന്നെങ്കിൽ, നഗളം വരുന്നെങ്കിൽ, ഞാനെന്താ അപ്പൊ ഞാനെന്തോ സംഭവം എന്നൊക്കെ തോന്നുന്നെങ്കിൽ, അങ്ങനെയൊക്കെ എന്തെങ്കിലും നമ്മൾ വരുന്നെങ്കിൽ വിചാരിച്ചോ നമ്മൾ ചത്തിട്ടില്ല. പക, വിദ്വേഷം, എന്താ പറയാ, കയ്പ്, വെറുപ്പ്, ഇതൊക്കെ നമ്മൾ ഇരിക്കുന്നെങ്കിൽ നമ്മൾ മരിച്ചിട്ടില്ലാത്തതുകൊണ്ട്. കർത്താവ് യേശുക്രിസ്തു പറയും, സൂര്യൻ അസ്തമിക്കുന്നുവോളം
കോപം വെച്ചുകൊണ്ടിരിക്കില്ല. കാരണം കോപം വെച്ചുകൊണ്ട് എന്താ പറ്റും? ഹാലേലിയ, പാവം അവിടെ അടുത്ത ആൾ കയറി വരും. ഹാലേലിയ. അതുകൊണ്ടാണ് അത് പറയുന്നത്. ഇവിടെ പറയുന്നത് ഇവിടെ നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ അത് നിമിത്തം ഒരു മനുഷ്യന് അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. ഹാലേലിയ. അപ്പം നമ്മൾ കർത്താവ് യേശു ക്രിസ്തു ശരീരത്തിന്റെ അവയവങ്ങളായതുകൊണ്ട് അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ച് ഇരുവരും ഒരു ദേഹമായി തീരും. ഹാലേലിയ. അപ്പൊ ഇരുവരും ഒരു ദേഹമാണ്. എന്റെ ശരീരത്തിൽ നിന്ന് കുറച്ച് ഭാഗം മുറിച്ചുകൊണ്ട് മാറ്റി വെച്ചാൽ എങ്ങനെ വേദനിക്കുവോ അങ്ങനെ വേദനിക്കണം. ഹാലേലിയ. നമ്മൾ വിശ്വാസത്തിലല്ലാത്ത, ക്രിസ്തുവിലല്ലാത്തപ്പം നമുക്ക് ഇത് മനസ്സിലാകത്തില്ലെന്ന് പറയാം. ഹാലേലിയ. ഈ മർമ്മം അറിയത്തില്ലെന്ന് പറയാം. ഹാലേലിയ. കാരണം നമ്മൾ പക്ഷേ ക്രിസ്തുവിലായിരിക്കുന്ന ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട വ്യക്തികൾ ഹാലേലിയ രണ്ട് ഭാര്യ ഭർത്താവ് ഒരു ശരീരമാകുന്ന അതിനെ മുറിച്ച് മാറ്റി കഴിഞ്ഞാൽ ഒരാളുടെ ശരീരം ഹാലേലിയ സ്വന്തം ശരീരത്തെ മുറിച്ച് മാറ്റുന്ന കണക്ക് തന്നെയായിരിക്കണം. അത് ഹാലേലിയ ഇവിടെ പറയുന്നത് ഈ മർമ്മം. ഞാൻ ക്രിസ്തുവിന് സഭ ഉദ്ദേശം, എന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തരും താന്റെ ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഭാര്യ ഭർത്താവിനെ ഭയപ്പെടും. അപ്പം താൻ ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം. അങ്ങനെ സ്നേഹിക്കുന്ന ഭർത്താക്കന്മാരെയാണ് ഭാര്യമാര് ഭയപ്പെടുന്നത്. അല്ലേ? ഭാര്യനോട് സ്നേഹവും ഇല്ല, കാണുമ്പോ തെറിയും വിളിച്ച് അടിക്കുകയും ചെയ്ത് തൊഴിക്കുകയും ചെയ്ത് എന്ന് പറയുന്ന ഭർത്താവിന് ഭയപ്പെടണമെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഭാര്യമാര് ഭയപ്പെടുമോ? ഇല്ല. ഹാലേലിയ. അപ്പൊ ഭർത്താക്കന്മാർ എങ്ങനെയായിരിക്കും? നമ്മുടെ വേദപുസ്തകത്തിന് ഒരു തെറ്റും വന്നിട്ടില്ല. കാരണം എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെയൊക്കെ വന്ന ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാമല്ലേ. അപ്പൊ ഇത് പാലിക്കാതിരുന്നിട്ട് നമ്മളോട് ഭയങ്കര പ്രാർത്ഥനയാണ്. ഹാലേലൂയ. യഹോവന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാവുകയില്ല. എഴുതി വെച്ചിരിക്കുന്നത് എങ്ങനെയാ? യഹോവ ഇടയനായിരിക്കുന്ന വ്യക്തിക്ക് മുട്ടുണ്ടാകത്തത്. വേറെ ആരെങ്കിലും ഒക്കെ ഇടയനായിട്ട്, അല്ലെ വേറെ ആരെങ്കിലും ഒക്കെ പറയുന്ന വഴികൾ നടന്നിട്ട് കർത്താവ് നിന്റെ വചനത്തിലുണ്ടല്ലോ എനിക്ക് മുട്ട, എന്നിട്ട് എന്താ എനിക്ക് മുട്ട് വരുന്നത് ചോദിച്ചാൽ കാര്യമില്ല. അല്ലെ? കർത്താവ് പറയുന്നിടത്ത് നമ്മൾ നിൽക്കുമ്പോൾ കർത്താവ് പറഞ്ഞ അനുസരിച്ച്. അപ്പൊ ഇന്നലെ നമ്മൾ പറഞ്ഞ യഹോവയുടെ വഴി തികവുള്ളത്. ആ വഴിയിലൂടെ നടക്കുന്നവനാണ് കർത്താവിന്റെ ഫേവർ വെളിപ്പെടുന്നത്, പ്രൊട്ടക്ഷൻ വെളിപ്പെടുന്നത്, പ്രൊവിഷൻ വെളിപ്പെടുന്നത്. ഇതൊക്കെ വരുന്നത് എന്താ? കർത്താവ് നടത്തുന്ന വഴിയിൽ നടക്കുന്നവർക്കാണ്. നമ്മൾ തോന്നുന്ന വഴി കൊണ്ട് നടന്നിട്ട് കർത്താവ് എനിക്ക് ഇത് വേണം അത് വേണം എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇവിടെ എല്ലാം കൃത്യമായിട്ട് വചനത്തിൽ പറഞ്ഞു. അടുത്ത പറഞ്ഞ മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ, അത് ന്യായമല്ലോ. അമ്മയപ്പന്മാരെ അവിടെ പറഞ്ഞത് കർത്താവിൽ അനുസരിപ്പിൻ. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് കർത്താവ് ആരാണെന്ന് അറിയണം. കർത്താവിനെ കുറിച്ച് ബോധം വേണം. അവർക്കും ദൈവം കർത്താവായിരിക്കുമ്പോഴേ അവർക്ക് അമ്മയപ്പന്മാരെ അനുസരിക്കാൻ പറ്റത്തുള്ളൂ. കർത്താവിനെ കുറിച്ച് അറിയത്തില്ല, ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് അറിയത്തില്ല, ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് അറിയത്തില്ല, നമുക്കൊരു ലോഡ്ഷിപ്പ് ഉണ്ടെന്ന് അറിയത്തില്ല. ഒന്നും അറിയാത്ത കുഞ്ഞുങ്ങളെ അനുസരിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ അനുസരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഹാലേലിയ. അത് അടുത്തവരെ നിനക്ക് നന്മയുണ്ടാകാനും നീ ഭൂമി ദീർഘായുസോടെ ഇപ്പൊ നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നത് വാക്തത്വത്തോടു കൂടി ആദ്യ കൽപ്പന. അപ്പം അവർ കുഞ്ഞുങ്ങള് അമ്മയപ്പന്മാരെ അനുസരിച്ചാൽ ഉണ്ടാകുന്ന ഗുണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെ അവരെ ബഹുമാനിച്ചാൽ ഉണ്ടാകുന്ന ഗുണം എന്താന്ന് വെച്ചാൽ അവർക്ക് നന്മയുണ്ടാകും, അവർ ദീർഘായുസോടെ ഇരിക്കും. ഹാലേ. അതിനുവേണ്ടി നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കാം. ഹാലേലൂയ. അപ്പൊ കുഞ്ഞുങ്ങൾ അവർക്ക് ഇത് പറയും അച്ഛനും അവർക്ക് മനസ്സിലാക്കി കൊടുക്കുമ്പോ അവർക്ക് നന്മ ഉണ്ടാകാൻ വേണ്ടിയിട്ടാ ബഹുമാനിക്കാൻ പറയുന്നത്. അവർക്ക് ദീർഘായുസ് ഉണ്ടാകാൻ ബഹുമാനിക്കാൻ പറയുന്നത്. എന്നാൽ അല്ലാത്തവർക്ക് ഉണ്ടാകുന്നില്ലേ എന്നൊക്കെ ചോദിക്കും. നമ്മൾ പലരെയും ചോദിച്ചിട്ട് നമ്മള് ഹാലേലിയ നമ്മൾ അങ്ങനെ പലപ്പോഴും പല ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. അത് നമ്മളെ കുറിച്ചുള്ള കാര്യമല്ല. അത് ജാതികളുടെ കാര്യം, നമ്മുടെ കാര്യം. നമുക്ക് എപ്പോഴും ചില പ്രിൻസിപ്പിൾസ് ഉണ്ട്. ജാതികളെ പോലെ അല്ല, അവർ പല രീതിയിൽ പണം ഉണ്ടാക്കാറുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് ബാധകമല്ല. നമ്മൾ അതൊന്നും എടുത്ത് ചൂണ്ടിക്കാണിക്കല്ലേ. ദൈവം പറഞ്ഞിട്ട് വചനത്തിനകത്ത് ആ വചനത്തിൽ തന്നെ നമ്മൾ വിശ്വസിക്കുകയും വചനത്തെ അനുസരിക്കുകയും ചെയ്യുന്ന ആൾക്കാർക്ക്. നമ്മൾ കഴിഞ്ഞ ഇന്നലെ ഞാനൊരു സഹോദരിയായിട്ട് സംസാരിച്ച സമയത്ത് ഈ ഹൃദയത്തിൽ പകയും വിദ്വേഷവും എല്ലാം വെച്ചിട്ട് ഹാലേലൂയ അവരെങ്ങനെ പെരുമാറിയ ഹാലേലൂയ ഒരു കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു പകയും വിദ്വേഷം ഉള്ളി വെച്ചിട്ട് കയ്പും വെറുപ്പും വെച്ചിരിക്കുന്ന മനുഷ്യരെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ദൈവദാസൻ പറഞ്ഞതാ, നമ്മൾ മരിക്കാൻ വേണ്ടി മറ്റൊരാൾ മരിക്കാൻ വേണ്ടി നമ്മൾ വിഷം കഴിക്കുന്ന കണക്ക്. സാറാമ്മ സിസ്റ്ററോട് എനിക്ക് ഭയങ്കര ദേഷ്യവും പകയുണ്ട്. ഞാൻ എന്റെ ഹൃദയത്തിൽ വെച്ചേക്കെന്ന് വെച്ചാൽ സാറാമ്മ സിസ്റ്റർ കൊല്ലാൻ വേണ്ടി ഞാൻ വിഷം കഴിച്ചുകൊണ്ടിരിക്കും. ആര് മരിക്കും? ഞാൻ മരിക്കും. എന്റെ നന്മകളും പോവും, എന്റെ ദൈവത്തിൽ നിന്നുള്ള സകല അനുഗ്രഹങ്ങളും മാറിപ്പോകും. എന്ന് വെച്ചാൽ മറ്റൊരാളെ കൊല്ലാൻ ഞാൻ വിഷം കഴിക്കാൻ തുല്യ നമ്മുടെ ഉള്ളിൽ ആരോടെങ്കിലും കയ്പോ വെറുപ്പോ പകയോ വിദ്വേഷമോ ഒക്കെ ഇരിക്കുന്നുണ്ട്.
അല്ലെ? അതിനെയൊക്കെ കളയാതെ ഹാലേലിയ ആമീൻ നമ്മുടെ ജീവിതത്തിൽ ആമീൻ നന്മ വരുത്തില്ല. ഹാലേലിയ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം വരുത്തില്ല, സമാധാനം വരുത്തില്ല. കാരണം എന്താ പറയാ, ആമീൻ ഹാലേലിയ അവരറിഞ്ഞിട്ട് ഇപ്പൊ 6 അറിഞ്ഞിട്ട് പോലും ഉണ്ടാകത്തില്ല എന്റെ മനസ്സിൽ പകയുണ്ടെന്നോ കോപമുണ്ടെന്നോ ഇതുണ്ടെന്നോ. അപ്പൊ ഇത് വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ എന്താ ഫലം? അല്ലെ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്തെങ്കിലുമൊക്കെ തേറ്റി വന്നു കഴിഞ്ഞാൽ അല്ലെ അതെല്ലാം അപ്പൊ തന്നെ എടുത്ത് ദൂരെ കളഞ്ഞേക്കണം. നമ്മൾ പലപ്പോഴും നമ്മൾ ജഡത്തിൽ സഞ്ചരിക്കുന്ന ജഡപ്രകാരം പോരാടുന്ന നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ആമേൻ ഹാല തിയറിറ്റിക്കലി നമുക്ക് ഭയങ്കര നോളജ്, നമ്മളിതെല്ലാം കാണാതെ ഒടിച്ചു വെച്ച് പറയും. പക്ഷേ നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ പിന്നെ ജഡപ്രകാരം തന്നെ പോരാട്ടം. എന്നാൽ അസിസ്റ്റ് എന്നെ ഒന്ന് വിളിച്ചില്ലല്ലോ, എന്നെ ഒന്ന് അന്വേഷിച്ചില്ലല്ലോ, അതിന് ഞാനും വിളിക്കുന്നില്ല. എങ്ങോട്ടാ പോരാടുന്നത്? ജഡപ്രകാരം പോരാടുന്നത്. ഹാലല്ലേ എല്ലാവരുടെയും തലയെ കൈ വെച്ച് പാസ്റ്റ്, എന്നിട്ട് എന്റെ മാത്രം തലയെ കൈ വെച്ചില്ല. അപ്പൊ ആരുടെ പോരാട്ടം? ഹല്ലേലൂയ ജഡത്തിലാ പോരാടുന്നത്. അല്ലെ നമ്മൾ നോക്കി ചിരിച്ചിട്ട് അവര് ചിരിച്ചില്ലല്ലോ, അല്ലെ നമ്മളന്ന് അങ്ങനെ ചെയ്തേ അല്ലേ? എന്നിട്ട് നമ്മുടെ കുഞ്ഞിന്റെ ബർത്ത്ഡേക്ക് വിളിച്ചിട്ട് അവരുടെ ബർത്ത്ഡേക്ക് വിളിച്ച് നമ്മൾ പോയില്ല, എന്നിട്ട് നമ്മുടെ കൊച്ചിന്റെ ബർത്ത്ഡേക്ക് വിളിച്ചിട്ട് വന്നില്ലല്ലോ. ഇതൊക്കെ എവിടെ പോരാട്ടം? ജഡപ്രകാരം പോരാടുന്നു. ഈ പോരാട്ടം നമുക്കില്ല. ഹാലയില് അപ്പൊ ഇതിനെ അങ്ങ് വിട്ട് കളഞ്ഞേക്കണം. അടുത്ത പറയുന്ന അവിടെ പറയുന്നത് എന്നിട്ട് പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിഷ്യകളെയും പത്യോപദേശം പോറ്റി വളർത്തുക. ഇത് പിതാക്കന്മാരെന്നാണ് വിളിച്ചേക്കുന്നത്. കാരണം വെച്ചാൽ പിതാക്കന്മാരെ കോപിക്കാന്ന് പറഞ്ഞിട്ട് അമ്മമാർക്ക് കോപിക്കട്ടെ വേണമെങ്കിൽ കൊച്ചുങ്ങളോട് കുറച്ച്. ഹല്ലേലൂയ. ഇവിടെ പറയുന്ന കുഞ്ഞുങ്ങൾ എന്താ പറയാ, ആമേ ഹാലയിൽ എന്ന് പറയുന്ന പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ. അപ്പൊ നമ്മൾ വേറെ ചാടി കയറി അവർക്ക് ദേഷ്യം എന്ന രീതിയിലല്ല അവരൊക്കെ ഉപദേശിക്കേണ്ടത്, അവരെ വഴക്ക് പറയേണ്ട. ഹാലല്ല അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ സമാധാനത്തോടെയൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുമ്പോഴാണ് അവർക്ക് ഹാലയില്ല. അത് കർത്താവിന്റെ ബാലശിക്ഷയിലും പദ്യോപതിലും പോറ്റി വളർത്തുവിൻ. ഹാല അപ്പൊ നമ്മള് കർത്താവിന്റെ പദ്യോപദേശത്തിൽ ഹാലൂയ. അത് പദ്യോപദേശം വളർത്തണമെങ്കിൽ നമുക്കത് അറിയണം കേട്ടോ. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. ബാലൻ നടക്കുന്ന വഴി അഭ്യസിപ്പിക്കാനല്ല, നടക്കേണ്ടുന്ന വഴി അഭ്യസിപ്പിക്കാനാണ് കർത്താവ് പറഞ്ഞത്. ഇത് ഉപദേശിച്ച് പോറ്റി വളർത്തണമെങ്കിൽ എന്ത് വേണം? പിതാക്കന്മാർക്ക് ആദ്യം അറിയണമല്ലേ. കർത്താവിന്റെ പദ്യോപദേശം എന്നല്ലേ പറഞ്ഞത്. കർത്താവിന്റെ പദ്യോപദേശം അറിയാത്തവരാൾ എങ്ങനെ ഉപദേശിക്കുന്നേ? അപ്പൊ അപ്പന്മാർക്ക് മര്യാദയ്ക്ക് അറിയണം കർത്താവ് എന്തൊക്കെയാ കുഞ്ഞുങ്ങളെ കുറിച്ച് പറഞ്ഞേക്കുന്നതെന്ന്, അവരെ എങ്ങനെ വളർത്തണമെന്നൊക്കെ അറിയണമെങ്കിൽ അല്ലെ ആദ്യം വചനം വായിക്കണം, എന്നിട്ട് വേണം അവരെ വളർത്താനായിട്ട്. ഹല്ലേലൂയ. അവിടെ എന്നിട്ട് ദാസന്മാരെ ജഡപ്രകാരം യജമാനന്മാരെ അവരെ ന്യായവരെ ക്രിസ്തുവിനെ പോലെ തന്നെ ഹൃദയത്തിന്റെ ഏകാഗ്ര ഭയത്തോടും വിറയലോടും കൂടെ അനുസരിപ്പിൻ. അപ്പൊ നമുക്ക് യജമാനന്മാരുണ്ടെങ്കിൽ ഹാലലുയ അവര് ഭയത്തോടും വിറയലോടും കൂടി എങ്ങനെയാണ് അത് അനുസരിക്കേണ്ടത്? കർത്താവിനെ ഹാലലിയ കർത്താവിന്റെ ദാസന്മാരായിരിക്കും. കർത്താവിനെ എത്രത്തോളം ഭയത്തോടും വിറയും. ഇപ്പോഴത്തെ കർത്താവിന്റെ ദാസന്മാർക്ക് കർത്താവിന് ഭയമുണ്ടോന്ന് എനിക്കറിയത്തില്ല. കർത്താവിന് ഭയം ഉണ്ടെങ്കിൽ കയറിയെന്ന് പൊട്ടത്തരം മൊത്തം പോഷ്കും വായി വരുന്നെല്ലാം വിളിച്ച് പറയത്തില്ല. കാരണം എന്താ വെച്ചാ പരിശുദ്ധാത്മാവ് പറയുന്നു, പരിശുദ്ധാത്മ ഇത് പറയുന്ന ഹാലിൽ അങ്ങനെ ഇങ്ങനെയാന്ന് പറയണമെങ്കിൽ അല്ലെ അവർക്ക് അങ്ങനെ പറയാൻ കള്ളത്തരം കാണിക്കാനും, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞവർക്ക് മേഹാല വിശുദ്ധ സ്ഥലങ്ങളിൽ പോലും അല്ലെ മ്ലേച്ഛത കയറി നിൽക്കുന്ന കണക്ക് ആൾക്കാരെ കയറി ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഭയം വരലൊന്നും ഇല്ലാത്തോണ്ടാ. ഹല്ലേലൂയ. അവിടെ ദാസന്മാര് കർത്താവിന്റെ ദാസന്മാര് കർത്താവിനെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്ന എങ്ങനെയൊക്കെയാണോ അതുപോലെ തന്നെയാണ് നമുക്ക് ലോകത്തിലൊരു യജമാന ദൈവം തന്നാലും ദൈവം നമ്മൾ അവരെ സേവിക്കേണ്ടുന്നത്. ഹല്ലേലൂയ. അവിടെയെല്ലാം ഭയത്തോടും വിറയലോടും കൂടെ തന്നെ. അവിടെ പറയാം ഹൃദയത്തിന്റെ ഏകാഗ്രത ഭയത്തോടും വിറയലും ക്രിസ്തുവിനെ പോലെ തന്നെ. ഹാലയില ഇവിടെ നമ്മൾ സേവിക്കണം. എന്നിട്ട് മനുഷ്യരെ അടുത്ത പറയുന്നതാണ് വളരെ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടി സേവയാൽ അല്ല. ചില ഞങ്ങളുടെയൊക്കെ ഓഫീസിലൊക്കെ പണ്ട് ഞങ്ങൾ ഇരിക്കുന്ന സമയത്ത് അവിടെയൊക്കെയാണ് അവിടെ എല്ലാവരും പണിയൊക്കെ എടുക്കും. പണിയെടുക്കാത്ത കള്ളന്മാരൊന്നും ഇല്ലാതെ. പക്ഷെ എന്നാലും ഞങ്ങളുടെ ബോസ് വരും എന്ന് പറഞ്ഞാൽ പിന്നെ ഭയങ്കര ഡിസിപ്ലിനാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആരും വാ തുറക്കത്തില്ല, മിണ്ടത്തില്ല. ഭയങ്കര എന്ന് വെച്ചാൽ സൂചി വീണാ കേൾക്കുന്ന അലയില് നിശബ്ദതയാണ്. കാരണം വെച്ചാൽ ലവ് വരുമ്പോൾ മാത്രമേ ഉള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് അത് ആണ് പറയാൻ ദൃഷ്ടി സേവ. കാണുന്ന സമയത്ത് ഹാലേലിയ നമ്മൾ അവരെ ഇവിടെ പറയുന്ന മനുഷ്യരെ പ്രസാദ ദൃഷ്ടി സേവയാലല്ല. ഹാലേലിയ അവിടെ നമ്മൾ കാണുമ്പം വലിയ ഇതൊക്കെ നമ്മളിപ്പോ ചില ആൾക്കാരെ കണ്ടില്ലേ, പുറത്തെത്രയൊക്കെ ചർച്ചയിൽ പോകുമ്പോ ഭയങ്കര വിശുദ്ധരാ. സഭയിലൊക്കെ നിൽക്കുമ്പോ അയ്യോ നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ഉടലോട് സ്വർഗത്തിലേക്ക് പോകുന്നത് തോന്നുന്നു, അതുപോലെ നിൽക്കുന്ന. കാരണം വെച്ചാൽ പക്ഷെ പുറത്തോട്ട് നിൽക്കുക. ഇതാണ് നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നത്. ഇവരെ കുറിച്ച് യാക്കോബ് പറയുന്നതാണ് ഇരുമനസ്സുള്ളവരെന്ന് പറയുന്നത്. 2 സ്വഭാവം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാതിരിക്കുമ്പോ ഒരു സ്വഭാവം, അല്ലെങ്കിൽ സഭയിൽ പോകുമ്പോ ഒരു സ്വഭാവം,
അല്ലെ പാസ്റ്റർമാരെ കാണുമ്പോൾ ഒരു സ്വഭാവം, അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണുമ്പോൾ ഒരു സ്വഭാവം, അല്ലാത്ത വേറൊരു സ്വഭാവം. അല്ലെ, അതാണ് ദൃഷ്ടി സേവ. കാണിക്കാൻ വേണ്ടി അവിടെ പറയുന്നത് മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നത് ദൃഷ്ടി സേവയാൽ അല്ല. മനുഷ്യനെ അങ്ങനെയൊക്കെ പ്രസാദിപ്പിക്കാൻ പറ്റും കേട്ടോ. ക്രിസ്തുവിന്റെ ദാസന്മാരെ പോലെ ദൈവേഷ്ടം മനസ്സോടെ ചെയ്തും മനുഷ്യരെ അല്ല കർത്താവിനെ തന്നെ പ്രീതിയോടെ സേവിച്ചും കൊണ്ട് അനുസരിപ്പ്. ദൃഷ്ടിസേവ അല്ലെന്ന് പറഞ്ഞിട്ട് അടുത്ത് പറയുന്ന എക്സാമ്പിൾ പറയുന്നത് ക്രിസ്തുവിന്റെ ദാസന്മാരെ പോലെ. ഏറ്റവും കൂടുതൽ ദൃഷ്ടിസേവ ചെയ്യുന്ന ക്രിസ്തുവിന്റെ ദാസന്മാരെന്ന് പറയുന്ന ആൾക്കാർ തന്നെയാണ്. ഹല്ലേലൂയ. ആമ ഇടയ്ക്കിടയ്ക്ക് ഹല്ലേലൂയ ഓരോരുത്തർക്കൊക്കെ നമ്മൾ യെരുശലേമിൽ ഇന്നലെ ഭയങ്കര കാട്ടുതീ ന്യൂസ് കണ്ടായിരുന്ന ആരെങ്കിലും? ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിരുന്നു. സർമസ് എന്താ പറയാ, കേട്ടില്ല. ഹെഡ്ലൈൻ കണ്ടായിരുന്നു, പിന്നെ ന്യൂസ് അങ്ങോട്ട് ശരിക്കും ഞാൻ രാത്രി കണ്ടില്ല. അപ്പൊ ഇവിടെ ആമ ഭയങ്കര കാട്ടുതീ. ഹല്ലേലൂയ. അണയ്ക്കാൻ പറ്റാത്തോണ്ട് ആമ കിലോമീറ്ററുകൾ, ആയിരക്കണക്കിന് കിലോമീറ്റർ ആമ ആളിപ്പടരുകയാണ്. പതിനാല് ചൂടും ഹല്ലേലൂയ ഈ കാറ്റ്. ആമ എന്ന് വെച്ചാൽ ആമ ചില സ്ഥലങ്ങളിലൊക്കെ ഇതുപോലൊക്കെ വരുമ്പോൾ നമ്മളത് വെറുതെ യാദൃശ്യമായിട്ട് വരുന്നതെന്ന് വിചാരിക്കില്ല. ഒന്നും വെറുതെ സംഭവിക്കുന്നില്ല. ഹല്ലേലൂയ. എല്ലാ കാര്യങ്ങളും സംഭവിക്കാൻ ദൈവത്തിന്റെ ഹല്ലേലൂയ ഒരു പർപ്പസ് അതിന് പിന്നിലുണ്ട്. ചിലയിടത്തൊക്കെ തീ ഇറങ്ങും. ദൈവം പറഞ്ഞിട്ട് ഞാൻ തീ ഇറക്കും. ആമെ കത്തിച്ചു കളയും, നശിപ്പിച്ചു കളയും. ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് പണ്ട് ഇവിടെ കേരളത്തിൽ ഇപ്പം കേരളത്തിൽ നമ്മൾ നേരത്തെ കേൾക്കുന്ന ഒരു ന്യൂസ് ആയിരുന്നു. ആളൂറും കാശും ഉണ്ടെങ്കിൽ ആർക്കും എന്തും ചെയ്യാം. കാരണം എല്ലാ നൊട്ടോറിയസ് കേസുകൾ ഏറ്റെടുക്കുന്ന വക്കീലാണ് അയാളല്ലേ. പോയില്ലേ? ഹല്ലേലൂയ. ഇവിടെ നമുക്ക് തന്നെ തോന്നുന്നു ഈ മനുഷ്യൻ എന്താ തലയ്ക്കകത്ത് ബുദ്ധിയില്ലേ, അയാൾക്ക് ബോധമില്ലേ. ഹല്ലേലൂയ. എല്ലാ നൊട്ടോറിയസ് ആയിട്ടുള്ള ക്രിമിനൽസിന് വേണ്ടി ഹാജരാകുന്ന വക്കീലായിരുന്നു. എന്തിനു വേണ്ടിയിട്ടായിരുന്നാലും ഹാജരായെന്ന് വെച്ചാൽ ചിലപ്പോൾ സമ്പാദിക്കാൻ വേണ്ടി. പക്ഷെ സമ്പാദിച്ചിട്ട് എന്താ സംഭവിച്ചത്? അതിലൂടെ കിടപ്പുണ്ട്, ആള് പോയില്ലേ. ഇതുപോലെ മരിച്ചു എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ന്യൂസ് കണ്ടായിരുന്നല്ലേ. അപ്പൊ അതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് നമ്മൾ ചെയ്യുന്ന ഇവിടെ നമ്മൾ ജീവിക്കുമ്പോൾ ഓരോ ദിവസവും ദൈവം തരുന്ന ദാനമാണ് നമ്മുടെ ജീവിതം എന്ന് ചിന്തിച്ച് നമ്മൾ ജീവിക്കണം. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്ന നന്മ പ്രവൃത്തികൾ അത് മാത്രമേ നമുക്ക് കൂട്ടുണ്ടാകത്തുള്ളൂ. ഹല്ലേലൂയ. നമ്മൾ ചെയ്യുന്നത് നല്ലതാണ് തീയതാണ് തക്ക പ്രതിഫലം വാങ്ങാൻ ദൈവത്തിന് മുമ്പ് നിൽക്കേണ്ടതാണ്. ഇതുണ്ട്. പക്ഷെ അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ചെയ്യുന്ന നന്മയും തിന്മയും ഫോളോ ചെയ്ത് നമ്മുടെ കുഞ്ഞുങ്ങളെയാണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന സമ്പാദ്യം ബാങ്ക് ബാലൻസ് പോലെ തന്നെയാണ് നമ്മുടെ പ്രവർത്തികൾ. അതിന്റെ ഈ ഭവിഷ്യത്തുകൾ അനുഭവിക്കുന്നത്. അപ്പൊ നമ്മളൊക്കെ ആദ്യമായിട്ട് രക്ഷിക്കപ്പെട്ട വിശ്വാസത്തിൽ വന്ന ആൾക്കാർക്ക് ചോദിച്ചറിയാം, ഇരിക്കുന്ന എല്ലാവരിലും ഉണ്ട്. ആദ്യ ഫലത്തിനെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടും പ്രയാസങ്ങളും കഷ്ടതയും പോരാട്ടം ഒക്കെ വരും. എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പിതാക്കന്മാർ തുടങ്ങി ചെയ്ത് മൊത്തം ഇവിടെ കിടക്കുക. ഇത് ആരിലൂടെ ഇത് ആദ്യമായിട്ട് വന്ന് നിന്ന് കൊടുത്തത് നമ്മളാ. അപ്പൊ നമ്മൾ ഇതിനെല്ലാം പരിഹരിച്ച് വേണം, അല്ലെങ്കിൽ നമ്മൾ ഇതിനെല്ലാം ഓവർകം ചെയ്ത് വേണം നമുക്ക് മുൻപോട്ട് പോകാൻ. പക്ഷെ നമ്മൾ വിശ്വാസത്തിൽ വന്ന് നമ്മൾ അതുപോലെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തലമുറകൾക്ക് ഇത്രയും ബുദ്ധിമുട്ട് ഉണ്ടാകത്തില്ല. അതുവരെയുള്ള പിതാക്കന്മാരുടെ പാപം മൊത്തം ചെയ്ത ദുഷ്ടതയും കപടതയും കള്ളത്തരവും എല്ലാം ഇങ്ങനെ കിടക്കുകയാണ്. ഇതിനെല്ലാം പേ ചെയ്യേണ്ടി വന്നായിരുന്നു. ഇത് നമ്മളായിരുന്നിട്ട് ഇതിനെല്ലാം വേണ്ടി നിൽക്കേണ്ടത്. അതാ പറയാം, നമ്മുടെ പിതാക്കന്മാരുടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലം അതിനെക്കുറിച്ച് നമ്മളിവിടെ മനുഷ്യരെ പ്രസാദ ദൃഷ്ടിസേവയല്ല, ക്രിസ്തുവിന്റെ ദാസന്മാരെ ദൈവേഷ്ടം ചെയ്തും മനസ്സോടെ ചെയ്തും മനുഷ്യരെ കർത്താവിനെ. അപ്പം ദൈവേഷ്ടം എങ്ങനെ വരണമെന്നറിയാ? നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം. നമ്മുടെ കർത്താവിനെ പറഞ്ഞിട്ടില്ലേ, ദൈവത്തെ എങ്ങനെ സ്നേഹം? പൂർണ്ണ ഹൃദയത്തോട്, പൂർണ്ണാത്മാവോട്, പൂർണ്ണശക്തി. അപ്പൊ നമ്മുടെ ആരെയും ബോധിപ്പിക്കാനല്ല, ആരെയും കാണിക്കാനല്ല, ആരെയും ഇൻഫ്ലുവൻസ് ചെയ്യാനല്ല. ഇതൊരു പ്രകടനമല്ല. ഇത് ഹൃദയത്തിന് ഉള്ളിൽ നിന്ന് കത്ത മനസ്സോടെ ചെയ്ത് അതുപോലെ ആയിരിക്കണം. ഇത് ക്രിസ്തുവിന്റെ ദാസന്മാരെ പോലെ ദൈവേഷ്ടം മനസ്സോട് ചെയ്ത് മനുഷ്യരെ അല്ല കർത്താവിനെ തന്നെ പ്രീതിയോടെ സേവിച്ചും കൊണ്ട് അനുസരിപ്പൻ. മനുഷ്യരെ അല്ല കർത്താവിനെ തന്നെ. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും മനുഷ്യർക്ക് ചെയ്യുമ്പോഴും അത് ദൈവത്തിനാണ് ഉദ്ദേശത്തിൽ ചെയ്യണം. ഹല്ലേലൂയ. ഇവിടെ ദാസനോ സ്വതന്ത്രനോ ഓരോരുത്തൻ ചെയ്യുന്ന നന്മയ്ക്ക് കർത്താവിന് പ്രതിഫലം പ്രാപിക്കുന്നത് നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പൊ നമ്മൾ ചെയ്യുന്നതിന് എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിന് പ്രതിഫലം എവിടെ നിന്നാണെന്നറിയാ? കർത്താവിൽ നിന്ന്. ഹല്ലേലൂയ. ആമേൻ. യജമാനന്മാരെ അവരുടെയും നിങ്ങളുടെയും യജമാനൻ സ്വർഗത്തിലുണ്ടെന്ന് അവന്റെ പക്കൽ മുഖപക്ഷമില്ലെന്നും അറിഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ അവയോട് പെരുമാറും. ഭീഷണി വാക്ക് ഒഴിവാക്കുക. അപ്പൊ യജമാനന്മാരാണെങ്കിലും
യജമാനന്മാർക്ക് മറ്റൊരു യജമാനുണ്ട്, സ്വർഗത്തിലുണ്ട്. ഇവിടെ ഭരണത്തിൽ എത്ര വലിയ പൊസിഷൻ ഇരിക്കുന്ന രാജാവാണെങ്കിലും പ്രധാനമന്ത്രി ആണെങ്കിലും പ്രസിഡന്റ് ആണെങ്കിലും മുഖ്യമന്ത്രി ആണെങ്കിലും അവരെയൊക്കെ ഇരുത്തിയിരിക്കുന്ന രാജാതി രാജാൻ കർത്താതി കർത്താവുമായ സർവശക്തൻ ഒരാൾ സ്വർഗത്തിലുണ്ട് എന്ന് എല്ലാവർക്കും ബോധം വേണം. നമ്മൾ എത്ര വലിയ പൊസിഷൻ ഇരിക്കുമ്പോഴും നമ്മുടെ തലയ്ക്ക് മുകളിൽ ഞാനൊക്കെ പറയാൻ എപ്പോഴും ഞാനൊക്കെ വർക്ക് ചെയ്ത കമ്പനിയിലൊക്കെ ഏറ്റവും ടോപ്പ് എന്റെ മുകളിൽ പിന്നെ ബോസ് മാത്രമേ ഉള്ളൂ എന്ന് പറയും. ഇപ്പൊ എന്ന് വെച്ചാൽ നമ്മളല്ലാതെ നമ്മളായിരിക്കും പറയും. പക്ഷെ അപ്പോഴും നമ്മുടെ ചിന്ത ഒരു മനസ്സിലൊരു നമുക്കൊരു ബോസ് ഉണ്ട് നമ്മുടെ മുകളിൽ, അല്ലേ? ഇതുപോലെ നമ്മള് ഇന്ന് ക്രിസ്തുവിലായിരിക്കുമ്പോൾ സമയത്ത് നമ്മള് നമുക്ക് തിരിച്ചറിവ് ദൈവം തന്നതെന്ന് വെച്ചാൽ നമ്മൾ എവിടെ ഇപ്പൊ എത്ര വലിയ ഉന്നതിയിൽ ഇരിക്കുന്ന പറഞ്ഞാല്, എത്ര വലിയ പൊസിഷൻ ഇരിക്കുന്ന പറഞ്ഞാല്, നമ്മുടെ തലയ്ക്ക് മീതെ സ്വർഗത്തെ നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ദൈവം ഇരിപ്പുണ്ട്. ആ യജമാനനെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. ആ യജമാനനോടാണ് നമ്മൾ കീഴടങ്ങേണ്ടത്. ആ യജമാനൻ നമ്മൾ ചെയ്യുന്ന എല്ലാം കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു. ആ മനുഷ്യരുടെ ഒക്കെ മുന്നോട്ട് എത്ര നുണ പറഞ്ഞു വേണം കാര്യങ്ങൾ നടത്താം. എത്രയൊക്കെ വേണമെങ്കിലും നമുക്ക് പറ്റിക്കാൻ പറ്റും. പക്ഷെ ദൈവത്തെ പറ്റിക്കാൻ പറ്റത്തില്ല. നമ്മൾ ചെയ്യുന്ന എന്ത് ഇരുട്ടത്തിൽ ചെയ്ത് എന്ത് വെളിച്ചത്തിൽ ചെയ്താൽ ആരെയൊക്കെ എത്രയൊക്കെ പറഞ്ഞ് പറ്റിച്ചാലും പക്ഷെ ദൈവത്തെ പറ്റിക്കാൻ പറ്റത്തില്ല. ഈ ഒരു സ്വഭാവം നമ്മൾ അറിഞ്ഞിരിക്കണം, നമ്മൾ ഓർത്തു വെക്കണം. ഹാലേലിയ. ഇപ്പൊ ഞാൻ സാറാമിസ്റ്ററോട് പോയെന്ന് വിളിച്ചിട്ട്, ഞാൻ സാറാമിസ്റ്റർ പേര് മാത്രമേ, സാറാമിസ്റ്ററാണ് എപ്പോഴും എന്റെ മുഖത്ത് കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ സാറാമിസ്റ്റർ വിളിച്ചിട്ട് ഞാൻ ഒരു സാറാമിസ്റ്റർ ഞാൻ അങ്ങനെയാണ്, ഞാൻ എല്ലാവരും ഇങ്ങനെയാണ്, ഇവരിങ്ങനെ കുറെ നുണയൊക്കെ പറഞ്ഞ് ചിലപ്പോൾ സാറാമിസ്റ്റർ വിശ്വസിച്ചോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്കൊരാളെ വെള്ളം പൂശാനും പറ്റും, ഒരാളെ മോശക്കാരനാക്കാനും പറ്റും. എന്താ? എന്റെ വാക്കുകളിലൂടെ, അല്ലേ? ഇത് സാധാരണ ആൾക്കാർ ചെയ്യുന്നത്. നമുക്കൊരാളെ വെള്ളം പൂശാനും പറ്റും, ഒരാളെ മോശക്കാരനാക്കാനും പറ്റും. എന്താ? നമ്മുടെ നാവ് കൊണ്ട് പറ്റും ഇതൊക്കെ. പക്ഷെ ഈ നാവിന് അപ്പുറത്തായിട്ട് സത്യം എന്നൊരു സംഭവമുണ്ട്. നമ്മൾ എത്ര വെള്ളം പൂശിയാലും ശവക്കല്ലറുടെ മുകളിൽ കണ്ട് വെള്ളം പൂശിക്കുന്ന അകം മൊത്തം നാറിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതാണ്. ഹാലേലി. അപ്പം അതുകൊണ്ട് നമ്മൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല, അങ്ങനെ ചെയ്തുകൊണ്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ ഇവിടെയൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം, കർത്താവ് നമ്മൾ ദൈവരാജ്യത്തിലാണ്, നമ്മൾ ലോകത്തിൽ തന്നെ നമ്മൾ ദൈവത്തിന്റെ രാജ്യത്തിൽ നിൽക്കുന്നെന്ന് ബോധം വേണം. ദൈവരാജ്യത്തിന് ലോകരാജ്യത്തിന്റെ പ്രിൻസിപ്പിൾ അല്ല. ദൈവരാജ്യത്തിന് ചില പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഇവിടെ ക്ഷമിക്കാനും സഹിക്കാനും പൊറുക്കാനും ഇതിനൊക്കെ നമ്മൾ ബാധ്യസ്ഥനാണ്. നമുക്ക് അതിനൊക്കെ കഴിയണം. കാരണം കർത്താവ് നമുക്ക് കാണിച്ചത് മാതൃകയാണ്. കഷ്ടതയെല്ലാം പറഞ്ഞു പിശാച് കൊണ്ടുവരുന്നു, എന്തെങ്കിലും നെഗറ്റീവ് അത് പിശാച് കൊണ്ടുവരുന്നു പറഞ്ഞിട്ട് അത് അല്ല. മനസ്സിലായി? നമ്മുടെ ജീവിതത്തിൽ എന്ത് കഷ്ടത വന്നാലും, എന്ത് ബുദ്ധിമുട്ട് വന്നാലും, എന്ത് പ്രയാസം വന്നാലും ദൈവം അറിയാണ്ടല്ല അത് വരുന്നതെങ്കിൽ ദൈവത്തിനൊരു പർപ്പസ് ഉണ്ട് അതിനകത്ത്. നമ്മൾ ചില കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ചില പ്രതിസന്ധികൾ നമ്മൾക്ക് വരുമ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടുകയല്ല വേണ്ടുന്നത്. ആ പ്രതിസന്ധിയിൽ നിന്നുകൊണ്ട് തന്നെ അതിന് ജയിക്കണമെന്ന ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ മാത്രം നമ്മൾ ജയാളിയ ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നത് പറയാൻ പറ്റും. നമുക്ക് കഷ്ടം മാറണേ ഇത് പോണേ അത് പോണേ എന്നല്ല. ദൈവമേ, എനിക്കിതിനെ ജയിച്ചു കയറാൻ വേണ്ടി എനിക്ക് നിന്റെ കൃപ വേണം. ഈ സിറ്റുവേഷൻ എനിക്കൊന്ന് ചാടിക്കിടക്കണമെങ്കിൽ എനിക്ക് എന്നെ കൊണ്ട് പറ്റത്തില്ല. നിന്റെ ബലത്താൽ പൗലോസിനോട് പറഞ്ഞ പോലെ എന്റെ കൃപ നിനക്ക് മതി. അത് നിന്റെ ബലഹീനത തികഞ്ഞു വരും. നമ്മൾ ബലഹീനരാകുമ്പോൾ ദൈവത്തിന്റെ കൃപയ്ക്ക് വേണ്ടി നമ്മൾ യാചിക്കേണ്ടത്. ആ കൃപ നമ്മൾ തികഞ്ഞു വരുമ്പോഴാണ് നമ്മൾ ദൈവസന്നിധിയിൽ എന്താകുന്നത് അതിനെ ജയിക്കാൻ പഠിക്കുന്നത്. യഹോവയെ കാത്തിരിക്കുന്ന ശക്തിയെ പുതുക്കുക. ആർക്കാ ശക്തി ദൈവം കൊടുക്കുന്ന? ദൈവത്തെ കാത്തിരിക്കുന്ന, ദൈവത്തിന്റെ വാക്ക് കേൾക്കുന്നവർക്ക്, ദൈവത്തെ അനുസരിക്കുന്നവർക്ക്, ദൈവത്തിന്റെ വഴിയിലൂടെ നടക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, അതിൽ നിന്ന് എസ്കേപ്പ് ആകുന്നവർക്കല്ല. നമ്മളെ കിങ്ഡത്തിലാണ് നിൽക്കുന്നെങ്കിൽ കിങ്ഡത്തിനൊരു പ്രിൻസിപ്പിൾ ഉണ്ട്. ദൈവരാജ്യത്തിലാണ്. കിങ്ഡം ഓഫ് ഗോഡ്. ലോകരാജ്യത്തിന്റെ പ്രിൻസിപ്പിൾസ് അല്ല ഇവിടെ. ദൈവം അവിടെ ലോകരാജ്യത്തെ പറയും പറ്റത്തില്ല, എന്താണ് ആ ക്യാൻസർ വന്ന് ഭാവം മുറിച്ചു കളയണം. ഇതാണ് ലോകരാജ്യത്തിന്. നമ്മുടെ ദൈവരാജ്യത്തെ അങ്ങനെ മുറിക്കാനല്ല ദൈവം പറഞ്ഞിരുന്നത്. ഹല്ലേലൂയ. അതുപോലെ നമുക്ക് നമുക്ക് കൂടെ ചേർന്ന് പോകാൻ പറ്റാത്തൊരു വ്യക്തിയാണെങ്കിൽ ലോകരാജ്യത്തെ പ്രിൻസിപ്പിൾസ് നമുക്ക് കളയാം, ഉപേക്ഷിക്കാം. പക്ഷെ ദൈവരാജ്യ പ്രിൻസിപ്പിൾ ദൈവം കളയാനല്ല പറഞ്ഞിരിക്കുന്നത്. 99 ആടിനെയും വിട്ടിട്ട് തെറ്റിപ്പോ ഒന്നിനെ അന്വേഷിച്ചു പോയ കർത്താവാണ് നമ്മുടെ ദൈവം. അതിനെ കിട്ടിയപ്പോ തോളി ചുമന്നുകൊണ്ട് വന്ന ദൈവം. ഒരു അപ്പന് 2 മക്കളുണ്ടായിരുന്നിട്ട് ഒരു മകൻ ഒരു മുടിയനായ കൊണ്ടുപോയി സകലതും നശിപ്പിച്ച് ദുർമാർഗങ്ങളെല്ലാം നടന്ന് തിരിച്ചു വന്ന മകനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് മോതിരമിട്ട് പുതിയ അങ്കി ധരിപ്പിച്ച് സന്തോഷിച്ച പിതാവ് നമ്മുടെ പിതാവ്.
ഹാലേലിയ. ഒന്നിനെ തള്ളിക്കളയാനല്ല ദൈവം പഠിപ്പിച്ചേക്കുന്നത്. ഒന്നിനെ ഹാലേലിയ ആമേ എന്താ പറയാ, കല്ലെറിയാനല്ല ദൈവം പഠിപ്പിച്ചേക്കുന്നത്. ഹാലേലിയ. കല്ല് താഴിടാനാ പഠിപ്പിച്ചേക്കുന്നത്, ചേർത്ത് നിർത്താനാ പഠിപ്പിച്ചേക്കുന്നത്. ഹാലേലിയ. ആരെയും വിധിക്കാനല്ല. ഹാലേലിയ. അവരെ ഹാലേലിയ ദൈവം ക്ഷമിക്കാനാ ദൈവം പഠിപ്പിച്ചേക്കുന്നത്. ആ കർത്താവ് നമുക്ക് വേണ്ടി നമുക്ക് എന്ത് യോഗ്യത ഉണ്ടായിരുന്നിട്ടാ നമ്മളെ കർത്താവിന്റെ രക്തം കൊടുത്ത് നമ്മൾ വിലക്കുക. അപ്പൊ നമുക്ക് ഒരു യോഗ്യതയും ഇല്ലെന്ന് ബോധമുണ്ട്. മറ്റുള്ളവരുടെ യോഗ്യതയെ നമ്മൾ എങ്ങനെ അളക്കാൻ നിൽക്കുന്നത്? ഹാലേലിയ. എന്ന് പറഞ്ഞിട്ട് ആരെന്ത് ചെയ്യുമ്പോഴും തോന്നിവാസങ്ങൾ കാണിക്കും. അത് കണ്ടിട്ട് അയ്യോ നമുക്ക് ആരും അളക്കാനുള്ള യോഗ്യത തന്നിട്ടില്ലെന്നില്ല. വചനത്തിന് വിരുദ്ധമായി ആരെന്ത് ചെയ്താലും നിനക്ക് പറയാം, വചനം വെച്ച് നിനക്ക് പറയാം. വചനത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്, നിങ്ങൾ ചെയ്യുന്ന വചനത്തിന്റെ അനുസരിച്ച് ഉള്ളതല്ല എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താം. കാരണം വെച്ചാൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന കണ്ണാടിയാണ് വചനം. നമ്മളൊരു കണ്ണാടിയിൽ നോക്കി മുഖം നോക്കിയിട്ട് നമ്മൾ മുഖത്തിരിക്കുന്ന എന്തെങ്കിലും അഴുക്കുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ മാറ്റി തുടച്ചു കളയുന്നത് പോലെ തന്നെയാണ് ഓരോ ദിവസവും ദൈവത്തിന്റെ വചനം നമുക്ക് കണ്ണാടിയായി വെളിപ്പെടുന്നത്. അതിൽ നോക്കുമ്പോഴാണ് നമ്മൾ നമ്മുടെ കുറവുകൾ അറിയേണ്ടുന്നത്. ഈ കുറവുകൾ അറിഞ്ഞിട്ട് അതവിടെ ഇരുന്നോട്ടെ, എനിക്ക് ഇതോടെ ഇരിക്കുന്നത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് പോവല്ല. അതിനെ നിങ്ങൾ ശുദ്ധീകരിക്കണം, അതിനെ നിങ്ങൾ ക്ലെൻസ് ചെയ്യണം. എന്താ? വചനം വെച്ച് വേണം. അപ്പൊ ഓരോ ദിവസവും നമ്മളിങ്ങനെ ശുദ്ധീകരണം പ്രാപിച്ചു വേണം. ദൈവത്തിന്റെ വചനത്തിൽ എല്ലാം കൃത്യമായി പറഞ്ഞു. ദൈവം ഇവിടെ പറഞ്ഞു ഭർത്താക്കന്മാരെങ്ങനെയായിരിക്കണം, ഭാര്യമാരെങ്ങനെയായിരിക്കണം, മക്കൾ എങ്ങനെയാ, ദാസൻ എങ്ങനെയാ, യജമാൻ എങ്ങനെയൊക്കെ. ഇനി അടുത്തത് ഓരോരുത്തർ തിമോഥെയോസ് ലേഖനം എഴുതിയപ്പോൾ പൗലോസ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഒരുവൻ അധ്യക്ഷ സ്ഥാനം കാക്ഷിക്കുന്നെങ്കിൽ നല്ല വേല ആഗ്രഹിക്കുന്നു എന്നുള്ള വിശ്വാസം ഇരിക്കണം. എന്നാൽ അധ്യക്ഷൻ നിരപവാദ്യനായി ഏക ഭാര്യയുടെ ഭർത്താവും നിർമ്മതനും ജിതേന്ദ്രിയനും സുശീലനും അതിപ്രിയനും ഉപദേശിക്കാൻ സമർത്ഥനുമായിരിക്കണം. മദ്യപ്രിയനും തല്ലുകാനും അരുത്. ശാന്തനും കലഹിക്കാത്തവനും ദ്രവ്യാഗ്രഹമില്ലാത്തവനും സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനും മക്കളെ പൂർണ്ണഗൗരവത്തോടെ അനുസരണത്തിൽ പാലിക്കുന്നതിനും ആയിരിക്കണം. സ്വന്തം കുടുംബത്തെ ഭരിക്കാൻ അറിയാത്തവൻ ദൈവസഭ എങ്ങനെ പരിപാലിക്കും? തിമോത്തിയോസ് മൂന്നാം അധ്യായത്തിന് ഒന്നും രണ്ട് വാക്യം ഞാൻ വായിച്ചു. ആ 3 വാക്യം. ഹല്ലേലൂയ. ഇവിടെ പറയുന്നേ അപ്പൊ അവിടെ ഇത്രയും ഭാര്യമാര്, ഭർത്താക്കന്മാര്, മക്കള്, യജമാനന്മാര്, ദാസന്മാര്, ഇതെല്ലാം പറഞ്ഞത് ഇവിടെ തിമോത്തിയോസിൽ എഴുതിയപ്പോൾ ഇടയലേഖനമായിട്ട് എഴുതിയപ്പോൾ ഒരു ഇടയനായിട്ട് ഇരിക്കണമെങ്കിൽ ഹാലേലൂയ ആര് എങ്ങനെ ആയിരിക്കും? എന്തുകൊണ്ടത് പറയാൻ കാര്യം എന്നറിയോ? നമ്മുടെ വലിയ ഇടയനുണ്ട്. ആ ഇടയൻ എങ്ങനെയായിരുന്നു? മാറി വിസ്തരിച്ച കോടതികൾ. ഹാലേലൂയ. എത്ര കോടതി മാറി വിസ്തരിച്ചിട്ടും ആ കോടതിയിൽ ഇരുന്നവർക്കെല്ലാം പറയാം, ഇവനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല, ഇവനിൽ ഞാനൊരു പാപവും കാണുന്നില്ല, ഇവന് ഞാനൊരു കുറവും കാണുന്നില്ല എന്ന് പറഞ്ഞ് ഒരു കുറ്റവും കണ്ടുപിടിക്കാൻ കഴിയാത്ത ആരാ? മാറി പലരും കള്ളസാക്ഷി പറഞ്ഞു, പലതും ദൂഷണം പറഞ്ഞു. പക്ഷെ എല്ലാം പറഞ്ഞിട്ടും അവരെല്ലാവരും ഒരുപോലെ പറഞ്ഞ വാക്ക്, ഇവന് ഞാനൊരു കുറവും കാണുന്നില്ല, ഒരു കുറ്റവും കാണുന്നില്ല. അങ്ങനെ പറഞ്ഞൊരു ഇടയനാണ് നമ്മുടെ മാതൃകയായി നിൽക്കുന്നത്. അപ്പൊ ഇടയനെ ഫോളോ ചെയ്യുന്ന ഇടയന്മാർ എങ്ങനെയായിരിക്കണം എന്നാ പറയുന്നത്? ഇടയനായിട്ടിരിക്കുന്നെങ്കിൽ വെറുതെ പോലും ഒരു ദോഷം പറയാനായിട്ട് ഇടയാകാത്ത ആളായിരിക്കണം, അല്ലെ? ഒരു ഗോസിപ്പിന് പോലും വീണു കൊടുക്കാത്ത ആളായിരിക്കണം എന്നാ പറയുന്നത്. അവിടെ പറയുന്നത് എടുത്തു പറയുന്നുണ്ട് അവിടെ അധ്യക്ഷൻ. അതിനാൽ അധ്യക്ഷൻ നിരപവാദ്യനായി, അങ്ങനെയല്ലേ ആ വാക്ക്? നിരപവാദ്യനായി. കറക്റ്റാണോ വായിച്ചത്? അല്ല, ചില മലയാളം വാക്ക് വായിക്കാം നമുക്ക് ഇപ്പോഴും. ഏക ഭാര്യയുടെ ഭർത്താവ് നിർമ്മതനും ജിതേന്ദ്രൻ സുശീലനും അതിപ്രിയം ഉപദേശിക്കാൻ സമർത്ഥനുമായിരിക്കും. ഏക ഭാര്യയുടെ ഭർത്താവായിരിക്കണം എന്ന് പറയാൻ കാര്യം എന്താ പറയാ? ഏക ഭാര്യയുടെ ഭർത്താവാണെങ്കിൽ അവൻ നിർമ്മതനായിരിക്കും, ജിതേന്ദ്രനായിരിക്കും, ഇന്ദ്രിയങ്ങളെ ജയിക്കുന്നവനായിരിക്കും, സുശീലനായിരിക്കും, നല്ല സ്വഭാവശീലമുള്ളവനായിരിക്കും, അതിപ്രിയനായിരിക്കും, ഇതൊക്കെ ആയിരിക്കും. പക്ഷെ ഇങ്ങനെയൊക്കെ ആകുന്ന ഒരാളായിരിക്കണം അധ്യക്ഷ സ്ഥാനം എടുക്കാൻ പാടില്ല. അല്ലാത്തവർക്ക് അധ്യക്ഷനായിരിക്കും യോഗ്യത ഇല്ല. മറ്റേ നമ്മള് പോസ്റ്റന്മാരെ ഇവാഞ്ചലിസ്റ്റുകളൊക്കെ ഉപദേഷ്ടാക്കന്മാരൊക്കെ ഇങ്ങനെ പലതും പറയും. പക്ഷെ അവിടെ ഒന്നും എടുത്തു പറയാത്തൊരു കാര്യം ഇടയനെ കുറിച്ച് പറയുന്നുണ്ട്, ഒരു പാസ്റ്ററെ കുറിച്ച് പറയും. കാരണം എന്താ പറയാ? പാസ്റ്റർമാരെന്ന് വെച്ചാൽ അനേക കുടുംബങ്ങളെ പരിപാലിക്കേണ്ടവനാണ്. അവിടെ ആ കുടുംബങ്ങളിൽ ഭാര്യ, ഭർത്താക്കന്മാരുടെ കുഞ്ഞുങ്ങളുണ്ടാവും. അപ്പൊ നമ്മുടെ കുടുംബത്തിൽ ഒരു മാതൃകയില്ലെങ്കിൽ വരുന്നവരെങ്ങനെ നമ്മൾ ഉപദേശിക്കുന്നത്? വരുന്നവർക്ക് എന്ത് മാതൃക നമ്മൾ കാണിച്ചു കൊടുക്കുന്നത്? ഹാലേലൂയ. നമുക്കൊരു മാതൃകയില്ല, നമുക്കൊരു ജീവിതവും ഇല്ല, നമ്മൾ ഭയങ്കര ഉപദേശമാണ്. ഉപദേശത്തിന് കുറവൊന്നും ഇല്ലല്ലോ. മനുഷ്യർ ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചാൽ
ഉപദേശിക്കുന്നില്ല. കാരണം സ്വന്തം ജീവിതത്തിൽ ഒരു ഡിസിപ്ലിനും ഇല്ലെങ്കിലും അവർക്കും പറ്റും ഉപദേശിക്കാനായിട്ട്. പക്ഷേ നമ്മൾ ഉപദേശിക്കുന്നതിന് മുമ്പ് നമ്മൾ അതിന് യോഗ്യര ആണോ എന്ന് നോക്കണം. നമ്മുടെ ജീവിതത്തിൽ അത് ചെയ്യാൻ പറ്റുന്നത്. ഒരു കുഞ്ഞിനെ നമ്മൾ മോനെ നീ നന്നായിട്ട് നടക്കണം, അല്ലെ നീ ഇന്നതുപോലെ ആയിരിക്കണം, നീ ഇന്നതുപോലെ പഠിക്കണം, അമ്മമാരെ അനുസരിച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ കുഞ്ഞ് തലതിരിച്ച് വേറെ വഴി നടക്കുകയാണെങ്കിൽ നമുക്കത് പറയാനുള്ള യോഗ്യത ഉണ്ടോ? ഇല്ല. കാരണം വെച്ചാൽ എന്റെ കുഞ്ഞിനെ എനിക്ക് മര്യാദയ്ക്ക് നടത്താൻ കഴിയുന്നില്ല, പരിപാലിക്കാൻ കഴിയുന്നില്ല, അനുസരിപ്പിക്കാൻ കഴിയുന്നില്ല. അത് നമ്മൾ ഇതൊക്കെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞ വടക്കൊണ്ട് പോകുന്ന രീതിയിൽ നടക്കുന്ന കൊച്ചിനെ വെച്ചോണ്ട് ഞാൻ മറ്റു പിള്ളേരെ ഉപദേശിക്കാൻ നടക്കുക. അല്ലെ മറ്റു പേരൻസ് ഉപദേശം നിങ്ങളുടെ മക്കൾ ശരിയാകുന്നില്ല കേട്ടോ, എങ്ങനെയാ നടത്തൽ. പണ്ട് നമ്മുടെ PG അങ്കിൾ പറഞ്ഞ കണക്ക് സ്വന്തം മക്കളെ എല്ലാം പറഞ്ഞ് UK-ലും US-ലും അവിടെ വിട്ടിട്ട് കാണുന്ന പാവപ്പെട്ട മക്കളോട് പറയും ദൈവവേലക്കായിട്ട് സമർപ്പിക്കുക, ദൈവവേലക്കായി ദൈവവേലക്കായി കൊടുക്കാന്ന് പറയും കുഞ്ഞുങ്ങൾ. പറയാൻ എന്ത് യോഗ്യത ഉണ്ടായിട്ടാ പറയുന്നത്? സ്വന്തം കുഞ്ഞ് എവിടെ? ഹല്ലേലൂയ. അത് നമ്മുടെ കുഞ്ഞുങ്ങളെ കൊടുത്തിട്ട് മാത്രമേ മറ്റൊരു കുഞ്ഞിനെ കൊടുക്കാൻ പറയാൻ യോഗ്യതയുള്ളൂ. ഹല്ലേലൂയ. ഇവിടെ എല്ലാ കാര്യങ്ങളും പിന്നെ ശാന്തനായിരിക്കണം, കലഹിക്കാത്തവനായിരിക്കണം, ദ്രവ്യാഗ്രഹമില്ലാത്തവൻ, ഇങ്ങനെയൊക്കെ നമ്മൾ ഈ പറഞ്ഞ ക്വാളിറ്റി ഒക്കെ നോക്കണം. ഇന്ന് എത്ര സഭയിൽ പാസ്റ്റർമാര് കാണും സിസ്റ്ററെ? ഈ പറഞ്ഞ ക്വാളിറ്റി ഒക്കെ ഉള്ള എത്ര പാസ്റ്റർമാർ ഇന്ന് നമ്മുടെ മുമ്പിൽ ഉണ്ടാവും? ഹല്ലേലൂയ. ചിന്തിക്കണം. ഹല്ലേലൂയ. ഇന്ന് സഭയിലെ വചനം ഒരു വഴിക്ക് പോകുന്നു, ജനം വേറൊരു വഴിക്ക് പോകുന്നു. ഇന്ന് നമ്മൾ പറഞ്ഞെടുത്ത് എല്ലായിടത്തും ഭാര്യമാരാണെങ്കിലും ഭർത്താക്കന്മാരാണെങ്കിലും കുഞ്ഞുങ്ങളാണെങ്കിലും പിതാക്കന്മാരാണെങ്കിലും യജമാനാണെങ്കിലും ദാസനാണെങ്കിലും ഹല്ലേലൂയ, ഇവിടെ ഇടയനാണെങ്കിലും ഇത്രയും ഭാഗം നമ്മൾ ഇന്ന് ചിന്തിച്ചാൽ നമുക്കറിയാം വചനം എവിടെ നിൽക്കുന്നു, ജീവിതം എവിടെ നിൽക്കുന്നു. ഇത് വചനം വെറുതെ ദൈവം എഴുതി വെച്ചിരിക്കുന്നതല്ല. ഇതൊരു തമാശക്കായിട്ട് ഇത് വായിക്കുമ്പോൾ ഒന്ന് സൂചിച്ചോട്ടോ എന്ന് വിചാരിച്ച് എഴുതി വെച്ചിരിക്കുന്നതല്ല. ഇത് എല്ലാം പാലിക്കാനുള്ളതാണ്, ഇതെല്ലാം നമുക്ക് ഫോളോ ചെയ്യാനുള്ളതാണ്. ഇത് അനുസരിക്കാനുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിൽക്കാൻ കഴിയാത്തവർക്ക് ഈ വചനത്തെ വചനമായി തന്നെ കണ്ട് ഇത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഉപദേശമാണ്. ദൈവം നമുക്ക് അനുസരിക്കാൻ ഇത് ഓപ്ഷൻ അല്ല, ഇത് കമ്പൽസറി ആണ്. ഹല്ലേലൂയ. ഇതൊക്കെ നമുക്ക് അനുസരിക്കാനും പാലിക്കാനും ഉള്ളത് തന്നെയാണെന്ന് മനസ്സിലാക്കി ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലൊക്കെ ക്രമീകരിക്കപ്പെടുവാനുണ്ടെങ്കിൽ ഭാര്യ എന്ന ബന്ധത്തിൽ, ഭർത്താവ് എന്ന ബന്ധത്തിൽ, അപ്പൻ എന്ന ബന്ധത്തിൽ, മക്കൾ എന്ന ബന്ധത്തിൽ, യജമാനൻ എന്ന ബന്ധത്തിൽ, ദാസൻ എന്ന ബന്ധത്തിൽ, ഏത് ബന്ധത്തിലാണെങ്കിലും ഒരു അധ്യക്ഷൻ എന്ന ബന്ധത്തിൽ, ഏത് ബന്ധത്തിലാണ് നമ്മുടെ ജീവിതത്തിൽ ക്രമീകരിക്കാനുള്ളത് നോക്കിയിട്ട് വചനം വെറുതെ വരത്തില്ല, അത് നമുക്ക് ക്രമീകരിക്കപ്പെടുവാനുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ മറ്റുള്ള എന്തെങ്കിലും കാര്യം അടുത്തിരിക്കുന്നതിനെല്ലാം നോക്കുക, അപ്പുറം ഇരിക്കുന്ന ഇപ്പുറം ഇരിക്കുന്നതിനെല്ലാം നോക്കിയിട്ട് നമ്മൾ നമ്മളെ തന്നെ നോക്കുക. നമ്മുടെ ഹൃദയത്തോട് ചോദിക്കുക, കർത്താവ് എവിടെയാണ് ഞാൻ ഇനിയും ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇനിയും ഞാൻ ശരിയാകാനുണ്ടല്ലോ, അവിടെയൊക്കെ ഒന്ന് ശരിയായിട്ട് ദൈവമേ അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ ഒരു ദൈവത്തിന്റെ ശിക്ഷാപതിയെ നിങ്ങൾ വിളിച്ചു വരുത്താതെ ദൈവം ആഗ്രഹിക്കുന്ന പോലെ നമ്മളെ തന്നെ ഒന്ന് ശുദ്ധീകരിച്ച് നമ്മളെ തന്നെ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ഒരുക്കാം. ദൈവത്തിലേക്ക് സമർപ്പിച്ചു ഈ ദിവസങ്ങളിൽ കൂടുതൽ ദൈവത്തിന് പ്രയോജനപ്പെടുന്നവരായി മാറണമെങ്കിൽ ദൈവത്തിന്റെ വചനത്തിന് അനുസരിച്ച് നമ്മളെ തന്നെ ക്രമീകരിക്കപ്പെടേണ്ട മേഖലയാണ് ദൈവം നമ്മളോട് സംസാരിക്കും. നമുക്കറിയാം. അതുകൊണ്ട് എവിടെയെങ്കിലും ക്രമീകരിക്കാം. എന്നിട്ട് നമുക്ക് ദൈവത്തിന് വേണ്ടി അധികമായി പ്രയോജനപ്പെടുന്നതായിട്ട് ഈ ദിവസങ്ങളിൽ അധികമായിട്ട് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ദൈവത്തിന് വേണം. ദൈവം പറഞ്ഞ കണക്ക് എന്നെ അന്വേഷിക്കും, ബുദ്ധിമാനുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ സ്വർഗ്ഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കുന്നു പറയുമ്പോൾ ഭൂമിയിലേക്ക് നോക്കുമ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്നവരാണ് ബുദ്ധിമാന്മാർ ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞേക്കുന്നത്. ഇവിടെയൊക്കെ പലതും അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരെന്ന് പറയുമ്പോൾ ദൈവം അല്ല, എന്നെ അന്വേഷിക്കുന്നവരാണ് ബുദ്ധിമാന്മാർ. ദൈവത്തെ നമുക്ക് യഥാർത്ഥമായ ദൈവത്തെ നിങ്ങളെന്നെ അന്വേഷിച്ച യഥാർത്ഥമായി അല്ലെങ്കിൽ നമ്മൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ ദൈവം നമുക്ക് അത് വെളിപ്പെടുത്തി തരും. നമുക്ക് ദൈവം വെളിപ്പെടും. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് നമുക്ക് ഒരുങ്ങാം, നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാം. ഈ വചനത്തെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു.